മോള് വിളിച്ചു വരുത്തിയതാവും. ഏയ് നോ 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 നോ, ഞാൻ പുതിയൊരു വാടകക്കാരിയും കൊണ്ട് വന്നതാ. വാടകക്കാരിയോ? അതാരാ? ദേ ഇപ്പൊ വിളിക്കാം. വിളിച്ച വിളിപ്പുറത്താ മുതല്. ഇവളോ? ആഹാ, അപ്പൊ നിങ്ങൾ പരിചയക്കാരാണല്ലേ? പിന്നെ പേടിക്കാനില്ലല്ലോ. ഏയ്, ഇത് നടക്കില്ല. ഇവക്ക് വീട് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. മാമ, അവരാർക്ക് വേണമെങ്കിലും വീട് കൊടുത്തോട്ടെ. നമ്മള് നാളെ ഒഴിയാനുള്ളതല്ലേ. ഇന്ദു, തിലകമാമ, ഞാനും നിങ്ങളുടെ കൂടെ കൂടാൻ തീരുമാനിച്ചു. മുകളിൽ നിങ്ങളും താഴെ ഞാനും. അല്ലെങ്കിലും എന്നും താഴെയാണല്ലോ ഈ മഹിതയുടെ സ്ഥാനം. അപ്പൊ നിങ്ങള് ബാക്കിയൊക്കെ ഡീൽ ചെയ്യ, ഞാനങ്ങ് പോണു. നാളെ വരാം. അപ്പൊ ശരി മോളെ. അല്ല, നീ എന്താ ഇവിടെ? നിനക്ക് മാളികയിൽ മുറിയില്ലേ? അതോ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണോ നീ കച്ചകെട്ടായി ഇറങ്ങിയിരിക്കുന്നത്? അയ്യോ, തിലകമാമ തെറ്റിദ്ധരിക്കണ്ടാട്ടോ. മാളേക്കൽ വീട്ടിലേക്ക് ഇനി ഒരു കാലത്തും ഞാൻ മടങ്ങില്ല. കാരണം പഴയതുപോലെ വഴക്കും വക്കാണായി ജീവിക്കാൻ എനിക്ക് ഒരു താല്പര്യവുമില്ല. എന്താ, ജയിലിൽ കിടന്നപ്പോ ശൗര്യം കുറഞ്ഞോ? സ്വഭാവം വെച്ച് കൂടേണ്ടതാണല്ലോ. മാമ വേണ്ട. പറയട്ടെ, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. എല്ലാം കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥയാ. കാരണം അത്രമാത്രം തെറ്റാണല്ലോ ഞാൻ എല്ലാവരോടും ചെയ്തത്. ആരോ വിളിക്കണു, ഞാൻ അങ്ങ് ചെല്ലട്ടെ. മോളെ, നീ ആ ഫോണൊന്ന് ഓൺ ചെയ്തു വെക്കേ. എടി ഇന്ദു, ഇനി മുതലുള്ള എന്റെ കളികളൊക്കെ നിന്റെ ഒപ്പം നിന്ന. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞ നിന്നെ മുൻനിർത്തിയാവും ഇനി എന്റെ ഓരോ നീക്കവും. അങ്ങനെ ഞാൻ സേഫ് സോണിൽ നിന്ന് തുരുതുര ഗോൾ അടിച്ചുകൊണ്ടിരിക്കും. ഓരോ കളിയിലും നിനക്ക് തന്നെയാവും തോൽവി. ഞാൻ പോയെന്ന് ഫ്രഷ് ആയിട്ട് വരാം. മോളെ ഇന്ദു, ദേവൻ. മാമ, ദേവൻ എന്താ? മോളെ, വിഷ്ണുവാ വിളിച്ചത്. ദേവൻ ആക്സിഡന്റ് ആയിരുന്നു. ആക്സിഡന്റോ? ICUലാന്നാ പറഞ്ഞത്. മാമ, എനിക്കൊരു ദേവനെ കാണണം. മോളെ, ഞാൻ പോയൊരു ഓട്ടോ വിളിച്ചോണ്ട് വരാം. നീ വിഷമിക്കല്ലേ, മഹാമൻ താ വരണു. ശരി. എഴുത്തമ്മേ, പാവം, ആകെ തകർന്ന വരവ്. ഇവിടെ എത്താറേന്നാ പറഞ്ഞത്. അതിനോട് നമ്മൾ എന്ത് സമാധാനം പറയൂടാ വിഷ്ണു? വിഷ്ണു, നിങ്ങൾ ഇങ്ങനെ തളർന്നാൽ എങ്ങനെയാ? ഞങ്ങൾക്ക് ധൈര്യം തരേണ്ട നിങ്ങൾ എങ്ങനെയായാലും ദേവനൊന്നും വരില്ല. നിങ്ങളൊന്ന് സമാധാനപ്പെടും. ഡോക്ടർ, ദേവന് ഒന്നും പറയാറായിട്ടില്ല. ആളിപ്പോഴും അബോധാവസ്ഥയിലാണ്. തലക്കേറ്റ മുറിവ് അത്ര മാരകമാണ്. ലെഗ് ഇഞ്ചുറി ഉണ്ട്. ഞങ്ങൾക്ക് ആകാവുന്നൊക്കെ ചെയ്തിട്ടുണ്ട്.
എന്തായാലും 48 മണിക്കൂർ കഴിയട്ടെ. ഇതുവരെ മെഡിസിനോട് ശരീരം പ്രതികരിച്ചു തുടങ്ങിയിട്ടില്ല. അതത്ര നല്ല ലക്ഷണമല്ല. ബോഡി റിയാക്ട് ചെയ്താലേ കൃത്യമായ ഒരു ധാരണ നമുക്ക് കിട്ടൂ. എന്തായാലും നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കൂ. വിശ്വാസവും ചിലപ്പോഴൊരു മരുന്നാണ്. ഡോക്ടർ, എനിക്ക് കുഞ്ഞിനെ വേണം. എവിടെ കൊണ്ടുപോയാലും അവനെ രക്ഷിക്കാൻ പറ്റുക. ഞാൻ എവിടെ വേണമെങ്കിലും കൊണ്ടുപോവാ. എത്ര പണം വേണമെങ്കിലും ചെലവാക്കാം. എനിക്ക് എന്റെ കുഞ്ഞിനെ തിരിച്ചു വേണം ഡോക്ടർ. ഗൗരി പ്ലീസ് പ്ലീസ്. മാഡത്തിന്റെ വേദന ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയുന്നുണ്ട്. ഈ അവസ്ഥയില് ദേവനെ എവിടെ കൊണ്ടുപോയിട്ടും ഒരു കാര്യമില്ല. മാത്രമല്ല, ഈ സമയത്തൊരു ട്രാവലിംഗ് അയാൾക്ക് നല്ലതല്ല. മാഡം പേടിക്കാതിരിക്കൂ. ഇന്ത്യയിൽ എവിടെയും കിട്ടുന്ന ചികിത്സകൾ നമുക്ക് ഇവിടെയുണ്ട്. ഐ ഹാവ് ഡൺ എവറിത്തിങ് എ ഡോക്ടർ ക്യാൻ ഡു. ട്രസ്റ്റ് മീ. അവൻ നമ്മളെ വിട്ട് എവിടെ പോവാനാ? ചേച്ചിയമ്മയെന്ന് വിളിച്ച് അവനിങ്ങി ഇറങ്ങി വരും. നീ വിഷമിക്കാതെ. അത് ചേച്ചമ്മേ, അവനൊന്നും സംഭവിക്കൂല. ഒരു ഡോക്ടർക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്തെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. പിന്നെന്താ? സേറ, നീ ചേച്ചിയമ്മയെ കൊണ്ടിരുത്ത്. ചേച്ചിയമ്മ, ചേട്ടച്ചാ, നമുക്കൊന്ന് ഡോക്ടറെ കണ്ടിട്ട് വരാം. വാ. വിഷ്ണു, നീ ഇവിടെ കാണണം. എത്രയായി? 60 രൂപ. അവിടെ നിക്ക്. എങ്ങോട്ടാ ഇത്ര ആദ്യം പിടിച്ച് ഓടുന്നത്? ഈ മഹിതയ്ക്ക് മുന്നേ ഇനി ഒരിടത്ത് നീ ഉണ്ടാകാൻ പാടില്ല. ഏത് സീനിലും ഇനി ഫസ്റ്റ് എൻട്രി എന്റേതാവണം. എന്നാലല്ലേ എല്ലാവർക്കും എന്നോടുള്ള സിമ്പതി കൂടുള്ളൂ. നിന്നോട് വെറുപ്പും. എന്താ മോളെ നീ ഇവിടെ നിന്ന് കളഞ്ഞത്? ഒന്നുമില്ല, മാമ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാ. വാ, നമുക്ക് പോവാം. വാ. ചേച്ചിയമ്മ, ഈശ്വര, ദയവേട്ടെ. ഈശ്വര, ദയവേട്ടെ. വിഷ്ണു, നമ്മുടെ ദയവേട്ടെ. ദേവേട്ട, ഇവിടെ നിന്ന് അങ്ങോട്ട്
ദേവേട്ടൻ മഹിതയ്ക്കുള്ളതാ. ഒരു കാലത്ത് നിങ്ങളെ ഞാൻ ആ ഇന്ദുവിന് വിട്ടുകൊടുക്കില്ല. ചേച്ചിയമ്മ, ദേവേട്ടൻ എന്താ പറ്റിയത്? എനിക്കറിയില്ല മോളെ. എന്റെ മോൻ. ചേച്ചിയമ്മക്ക് അറിയാതെ ദേവേട്ടനൊന്നും സംഭവിക്കില്ല. നമ്മളെയൊക്കെ കരയിപ്പിക്കാൻ ദൈവം ഒരു കുസൃതി കാണിച്ചതല്ലേ. ചേച്ചിയമ്മന്ന് വിളിച്ച് ചാടി എഴുന്നേറ്റ് വരും ദേവേട്ടൻ. സാറേച്ചി ഇന്ദു വന്നില്ലേ? അതോ ഇനി വിവരം അറിയിച്ചിട്ടില്ലേ? പോന്നിട്ടുണ്ട്. പാവം, അവളിതെങ്ങനെ സഹിക്കൂ? അതോർക്കുമ്പോഴാ കൂടുതൽ സങ്കടം. ഈശ്വര, ഞാൻ എങ്ങനെ ഇന്ദുവിനെ ഫേസ് ചെയ്യും? ദേവേട്ടനൊന്നും വരില്ലടാ. നമ്മുടെ പ്രാർത്ഥനയില്ലേ ദേവേട്ടനൊപ്പം? നീ കരയാതെ. അതെ മോനെ, ഉണ്ടായതൊന്നും നമ്മൾ പ്രതീക്ഷിച്ചതല്ലോ. മുകളിലുള്ളവൻ വിധിച്ചതല്ലേ. അവൻ തന്നെ രക്ഷിക്കും. മോളെ, ഇന്ദു ചെല്ല്. ചെല്ലിന്ദു. ദേവേട്ടന് ഇന്ദുവിന് ഇഷ്ടമല്ല. കല്യാണത്തിന് സമ്മതമല്ല.
സമ്മതമില്ലാതെ ദേവൻ എന്നെ സ്വന്തമാക്കാൻ പറ്റില്ല. അതിന് ശ്രമിച്ച പിന്നെ എന്തും ഉണ്ടാവില്ല. എന്റെ ജീവിതം അത് ആർക്കൊപ്പം എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്ക് മാത്രമേ ഉള്ളൂ. ആ ജീവിതം കളപ്പുരയ്ക്കൽ ദേവപ്രസാദിന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് സമ്മതമല്ല. പക്ഷേ ഇപ്പോ ഈ നിമിഷം മുതല് ദേവന്റെ മനസ്സിൽ ഇന്ദുവിനോട് വെറുപ്പ് മാത്രമേ ഉള്ളൂ. വെറുപ്പാ ഈ ദേവൻ ഇന്ദിലേക്കിയത്. ദേവേട്ട് 48 മണിക്കൂർ കഴിയണമെന്നാ പറഞ്ഞത്. ശിവേട്ടനും ചേട്ടച്ചനും ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ട്. എന്താ ലേറ്റ് ആയത്? ഞാനോർത്തു ആരും അറിയിച്ചു കാണില്ലെന്ന്. പേടിക്കണ്ട, നമ്മുടെ ദേവേട്ടനൊന്നും പറ്റില്ല. ഞാൻ വഴിപാട് കഴിച്ചിട്ടാ വന്ന. അത് നന്നായി. മോളെ, നമ്മുടെ ദേവന്റെ കിടപ്പ് കണ്ടോ? കരയില്ല ചേച്ചിമ്മ. ദൈവം അത്ര കരുണയില്ലാത്തവനാണെന്ന് ഇപ്പൊ ഞാൻ കരുതുന്നില്ല. നമ്മുടെ ദേവേട്ട കണ്ണു തുറക്കും. എനിക്ക് ചേച്ചിമ്മ കണ്ടോ? ചേച്ചിയമ്മ വാ വാ. ഇവിടെ നിന്നാ മതി. അവരുടെ അടുത്ത് ഞാൻ ഇരുന്നോളാം. ചേച്ചിയമ്മ കരയില്ലേ? ചേച്ചിയമ്മ കരയാതെ. സത്യത്തില് എന്താ മോനെ സംഭവിച്ചത്? ഒരിക്കലും ദേവനിൽ നിന്നൊരു അശ്രദ്ധയുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല.
അതെനിക്ക് ഉറപ്പാ മാമ. ദേവേടിനെ പോലൊരു ഡ്രൈവറെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത്രയ്ക്ക് കൺട്രോളാ ഡ്രൈവിങ്ങിൽ. പിന്നെ ഇത് എന്ത് പറ്റിയെന്ന? അപകടത്തിന് മുന്നേ നിന്നെ വിളിക്കുമോ മറ്റോ? ഞാൻ വിളിച്ചിരുന്നു. പക്ഷേ ആ സമയത്ത് ദേവേട്ടൻ ആകെ മൂഡ് ഓഫ് ആയിരുന്നു. മൂഡ് ഓഫോ? എന്തിന്? അതെനിക്കറിയില്ല മാമ. ചോദിച്ചപ്പോ കാരണം പറയാതിനടുത്ത് ദേഷ്യപ്പെടുകയുണ്ടായത്. ഏടത്തിയമ്മയെ കാട് കാണിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയ ദേവേട്ടനായിരുന്നില്ല ഞാൻ വിളിക്കുമ്പോ. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി എന്തോ വിഷമം ദേവേട്ടനുണ്ടെന്ന്. ഫോൺ വെച്ചിട്ട് ഞാൻ ഏടത്തിയമ്മയെ വിളിച്ചു. പക്ഷേ ഏടത്തിയമ്മ കോള് കട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവർക്കിടയിൽ അരുതാത്ത എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതെന്താ മാമ അങ്ങനെ പറഞ്ഞത്? ദേവം വന്ന് പോയതിനു പിന്നാലെ കരഞ്ഞുകൊണ്ടാണ് ഇന്ദു വീട്ടിലേക്ക് വന്നത്. മാത്രമല്ല, വന്ന ഉടനെ തന്നെ വസ്ത്രങ്ങളൊക്കെ ബാഗിലാക്കിയിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണെന്നും പറഞ്ഞു. എന്നോട് മക്കളുടെ അടുത്തേക്ക് പോകാനും പറഞ്ഞു. അപ്പോഴേ ഞാൻ ഉറപ്പിച്ചു ഇവര് തമ്മിൽ എന്തോ പ്രശ്നം നടന്നിട്ടുണ്ടെന്ന്. കാരണം ഇത്ര വേദനിച്ച് എൻ്റെ ഇന്ദുമോളെ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. ഒടുക്കം നാളെ രാവിലെ പോയാൽ മതി, ഇന്ന് ബസ് കിട്ടില്ലെന്നും പറഞ്ഞ് ഞാനിവിടെ പിടിച്ചു നിർത്തുകയായിരുന്നു. മാമൻ പറഞ്ഞ നേരാ. രണ്ടാളും വഴക്കടിച്ചിട്ടുണ്ടാവും. പക്ഷെ എന്തിന്റെ പേരിൽ? എല്ലാം കലങ്ങി തെളിഞ്ഞ് കല്യാണം വരെ എത്തി നിൽക്കുമ്പോ ദേവേട്ടനും ഏടത്തേമ്മയും തമ്മിൽ പിണങ്ങേണ്ട കാര്യം എന്താ? അതെനിക്കറിയില്ല മോനെ. പക്ഷേ വൈകിട്ട് മഹിത അവിടെ വന്നിരുന്നു. എന്തിന്? അവള് നമ്മുടെ താഴത്തെ നില വാടകയ്ക്ക് എടുത്തു. വാടകയ്ക്ക് എടുത്തെന്നോ? മാമൻ എന്താ ഈ പറയുന്നു? അതെ മോനെ, അവളും വസ്ത്രങ്ങളൊക്കെ ആയിട്ടാ വന്നത്. ആ ജോച്ചായനും കൂടെ ഉണ്ടായിരുന്നു. ഇനി മുതൽ മഹിതയും ഇവിടെ ഉണ്ടാവുമെന്ന് അയാളും പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. ആ സമയത്താ ദേവന്റെ അപകടം ഞാൻ അറിയുന്നത്. അവർക്കിടയിൽ എന്താ സംഭവിച്ചിട്ടുള്ളതെന്ന് എങ്ങനെ അറിയാം മാമ? അത് അവരോട് തന്നെ ചോദിക്കണം. എന്നാലും എൻ്റെ ദേവന് ഈ അവസ്ഥ വന്നല്ലോ. നെഞ്ച് തകർന്നു പോവുക. ഇപ്പോ ആരോടോ ഒന്ന് ചോദിക്കുക. തകർന്നു നിൽക്കുക എൻ്റെ മോളിപ്പോ. പക്ഷേ എനിക്കതറിഞ്ഞേ പറ്റൂ. എന്തായാലും നേരം ഒന്ന് വെളുക്കട്ടെ. ചേച്ചമ്മ ഇത് കുടിക്കേ. എനിക്ക് വേണ്ട. അങ്ങനെ പറഞ്ഞ ശരിയാവില്ല. ഇന്നലെ മുതൽ ഒരു തുള്ളി വെള്ളം പോലും ചേച്ചിയമ്മയുടെ ഉള്ളിൽ ചെന്നിട്ടില്ല എന്ന് ചേട്ടച്ചൻ പറഞ്ഞിരുന്നു. എനിക്ക് വിശപ്പ് ദാഹില്ലാഞ്ഞിട്ടാ മോളെ. ഇല്ലാഞ്ഞിട്ടല്ല, വിശപ്പും ദാഹവും ചേച്ചിയമ്മ അറിയാഞ്ഞിട്ടാ. ഇനി ഇങ്ങനെ ഇരുന്നാലേ ചേച്ചിയമ്മേനെ കൂടി ഇവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. ഇന്ദു ഒന്ന് മാറാവോ? ഞാനത് ചേച്ചിയമ്മയ്ക്ക് കൊടുക്കട്ടെ. വേണ്ടഞ്ഞിട്ട് ദേവനിങ്ങനെ കിടക്കുമ്പോ ചേച്ചിയമ്മ ഒന്നും പറയണ്ട. ദേവേട്ടൻ കണ്ണു തുറന്ന് ചേച്ചിയമ്മ കാണുന്നു പറയുമ്പോ അപ്പൊ ഇങ്ങനെ കരഞ്ഞ് വാടി തളർന്ന് മുന്നിൽ ചെന്ന് നിന്നാലേ ഞങ്ങളോടാ ചോദിക്ക, എന്റെ ചേച്ചിയമ്മയ്ക്ക് ചായ കൊടുത്തില്ലേ, ഭക്ഷണം കൊടുത്തില്ലേ എന്നൊക്കെ. അതുകൊണ്ട് കണ്ണ് തുടച്ചത് കുടിക്ക്. കുടിക്ക്.
നിങ്ങൾക്കുള്ള ചായ അതിലുണ്ട്. സൈറേച്ചിക്കും കൊടുക്ക്. മോള് കുടിച്ചോ? ആദ്യം എന്റെ ചേച്ചിയും ഉഷാറാവ്, എന്നിട്ട് ഞാൻ കുടിച്ചോളാം. കുടിക്ക്. മഹേഷേ, അർജന്റായിട്ട് വേണ്ടതാ. നീ എല്ലാരോടും ഒന്ന് വിളിച്ചു പറ. ആളെ കിട്ടിയ എന്നെ വിളിക്കാൻ നിൽക്കണ്ട, അവരെ കൂട്ടി ഹോസ്പിറ്റലിലേക്ക് വന്നാൽ മതി. ഞാനിവിടെ ഉണ്ടാവും. എന്താ എന്താ മഹിട്ട, എന്താ ഡോക്ടർ പറഞ്ഞേ? എന്താ നിങ്ങൾ രണ്ടാളും വല്ലാതിരിക്കുന്നേ? എമർജൻസി ആയിട്ട് ബ്ലഡ് വേണം. ഓ നെഗറ്റീവാ, അയ്യോ റെയർ ഗ്രൂപ്പാ അത്. അയ്യോ ദൈവമേ. ചേട്ടിച്ചാ, എന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഓ നെഗറ്റീവാ. ദേവേട്ടിന് വേണ്ടി എത്ര കുപ്പി രക്തം വേണേലും ഞാൻ കൊടുക്കാം. എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. എന്നാ വേഗം വാ മോളെ, വാ. ചേച്ചിമ്മ, ഞാൻ പോയിട്ട് വരാം. ഈശ്വര. എടി ഇന്ദു, ഇന്നലെ വരെ ദൈവം നിന്റെ കൂടെയായിരുന്നു. പക്ഷെ ഇന്ന് മുതൽ എന്റെ കൂടെയാ. പെട്ടെന്ന് വാ മോളെ. ഇന്ദു, നിന്റെ ദേവേട്ടിനൊന്നും വരില്ല. നീ ധൈര്യമായിട്ടിരിക്കെ. ഞാനും വരാം മോളെ, വാ. അവിടെ വന്നിരിക്കെ. സൈറേച്ചി, എന്റെ ദേവേട്ടൻ. കരയല്ലേ എന്തു? എനിക്ക് നല്ല ഉറപ്പുണ്ട്, ദേവൻ നിന്റെ അടുത്തേക്ക് വരും. പഠിച്ചോ, ദേവനൊന്നും വരത്തില്ല. ഇങ്ങനെ തളരാതെ നമുക്ക് അവിടെ ഇരിക്കാം. സൈറേച്ചി ചെന്നു. കുറച്ചു സമയം ഞാനിവിടെ ഒന്ന് നിന്നോട്ടെ. എടുത്തിമ്മ നിങ്ങ വന്നേ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അത് തന്നെ എല്ലാം ഓക്കെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ചെയ്യണം. അതിലൊരു മിസ്റ്റേക്കും വരരുത് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്തേക്കണം. ഒന്ന് നിർത്ത്. ജയമറ ഞാൻ വിളിക്കാം. എന്തോ നടിയത്, എന്താ കാര്യം? ആ കളപ്പുരയ്ക്കൽ ദേവൻ ആക്സിഡന്റ് പറ്റിയെന്ന്. ആക്സിഡന്റോ?
ഇതോടെ തീർന്നാ മതിയായിരുന്നു ഗൗരിയുടെ പൊന്നാങ്ങള. കേൾക്കാനെന്തൊരു സുഖവും രോമാഞ്ചമുള്ള വാർത്ത. എന്റെ ഭഗവാനെ, നീ എത്ര വലിയവൻ. പണ്ടൊക്കെ മൂപ്പരന്നെ പിന്നെ പിന്നെയായിരുന്നു. ഇപ്പൊ ഭഗവാന് സഡൻ പിക്കപ്പാ. സ്പോട്ടിലല്ലേ കൊടുക്കുന്നേ, സ്പോട്ടിൽ. അതെ, നിന്നോട് നേരെ പറഞ്ഞേ. എടി, ഇത് ഉള്ളതാണോ വല്ലവരും പറ്റിക്കുന്നതോ? വിജയം വിളിച്ചു പറഞ്ഞതാ. ഏട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ എന്നെ വിളിച്ചത്. ഞാൻ ആ ജയമോഹനെ വിളിച്ച് സൈറയുടെ കാര്യം പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. ഓ, എന്തായാലും വിജയം പറഞ്ഞുകൊണ്ട് ഈ വാർത്ത സത്യം തന്നെ. അവന്റെ നെറ്റ്വർക്ക് അറിയാതെ ഈ കുട്ടനാട്ടിൽ ഒരു ഈച്ച പോലും പറക്കില്ലെന്നേ. എപ്പോ എവിടെ വെച്ച് അങ്ങനെ വല്ല ഡീറ്റെയിൽസും പറഞ്ഞു? ബൈപ്പാസിൽ വെച്ചാന്ന് പറഞ്ഞത്. ഏതോ ഒരു ടിപ്പർ ലോറിയുമായിട്ട് നേർക്ക് നേരെ ഇടിക്കുകയായിരുന്നു. കാറ് വെട്ടിപ്പൊളിച്ച നാട്ടുകാർ അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചതെന്ന്. ഓ, ഈ മുടിഞ്ഞ നാട്ടുകാരെ കൊണ്ട് തോറ്റു. ഇവന്മാർക്ക് വേറെ ഒരു പണിയില്ല. എവിടെയെങ്കിലും കിടന്ന് ചാവുന്നവനെയൊക്കെ തോളത്തെടുത്ത് ആശുപത്രി കൊണ്ടുപോയി അവന്റെ മനുഷ്യത്വം ഉണ്ടാക്കല്. കേട്ടപ്പോ തന്നെ എന്റെ മനസ്സിന് കിട്ടിയ ഒരു സുഖം. ഹോ, ഈ കിടപ്പിൽ അവന്റെ കണ്ണങ്ങ് അടഞ്ഞു പോയാൽ മതിയായിരുന്നു. അടയൂടി, അടയും. അവന്റെ മാത്രമല്ല, കളപ്പുരക്കിലെ എല്ലാ ആന്തരികളുടെയും കണ്ണ് ഞാൻ ദേ ഇങ്ങനെ തിരുമ്മി തിരുമ്മി അടയ്ക്കും. അതെല്ലാം കണ്ട് ചങ്ക് പൊട്ടി ആ ഗൗരി തമ്പുരാട്ടിയും ചാവും. ഈ വിക്രമനെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിലേ അവൾ അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. എടേ, അല്ലെങ്കിലും ഈശ്വരൻ നമ്മുടെ കൂടെ അടി. കാരണം എന്താ? സത്യവും ധർമ്മവും നീതിയും നമ്മുടെ ഒപ്പാ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പണി മൂപ്പര് ഇപ്പൊ ചെയ്യൂ. നീ ധൈര്യമായിട്ടിരിക്കടി. കല്യാണ പന്തലിൽ നിന്ന് എന്റെ മോളെ അപമാനിച്ചു വിടാൻ അവൻ എന്ത് ഉത്സാഹമായിരുന്നു, എന്തു വാശിയായിരുന്നു. കാമുകിക്ക് വേണ്ടി പോരടിക്കാൻ ഇറങ്ങിയതല്ലേ. എന്റെ പ്രാക്ക് കളപ്പുരയ്ക്കലെ ഒരെണ്ണത്തിനെയും വെറുതെ വിടില്ല ഏട്ടാ. അതെനിക്ക് ഉറപ്പാ. കാരണം അത്രത്തോളം വേദനയാ എന്റെ മോളെ ഓർത്ത് ഞാൻ തിന്നു തീർത്തത്. നീ തിന്നതിലും ഇരട്ടി വേദന ഗൗരിയെ കൊണ്ട് ഈ ഏട്ടൻ തീറ്റിക്കും. എന്താ അതുപോലെ? ആ, ദാ വരുന്നു ഏട്ടന്റെ റാണി. വിവരം അറിഞ്ഞ് ആശുപത്രിയിലേക്ക് പോവുമായിരിക്കും. ഹലോ, എന്നോട് നിന്നേ. പെട്ടെന്നോടി എങ്ങോട്ടാണാവോ? അമ്പലത്തിൽ പോണം, പിന്നെ ഹോസ്പിറ്റലിലും. മൂട്ടി തീ പിടിച്ച് നിന്റെ വരവ് കണ്ടപ്പോൾ എനിക്കത് തോന്നി. വഴിപാടെടുത്ത് ജീവൻ നിലനിർത്താൻ നിന്റെ ആറടി ആശുപത്രി കിടക്കുന്നേ. തന്തേ തള്ളയൊക്കെ പണ്ട് ചത്ത് തൊലഞ്ഞല്ലേ. ദേവൻ നിങ്ങൾക്ക് ശത്രുവായിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. ഓ, അതുകൊണ്ടാ അവിടം വരെ പോയി ഒന്ന് വിവരം അറിഞ്ഞു വരാന്ന് കരുതിയത്. എന്റെ ഉപ്പും ചോറും തിന്നിട്ടേ നീ അങ്ങനെ കണ്ട തെരുവട്ടികളുടെ ക്ഷേമം അന്വേഷിച്ച് നടക്കണ്ട. വാക്കോലോടി കേറിപ്പൊടിയാത്തേക്ക്. പേടിക്കണ്ട പേടിക്കണ്ട, ആ ചെക്കൻ കണ്ണു തുറന്നു. അത് നിങ്ങളെങ്ങനെ അറിഞ്ഞു? ശിവ ശിവ, ഞാൻ എങ്ങനെ അറിഞ്ഞുന്നോ? ആശുപത്രിയിൽ നിന്നല്ലേ ഞാനിപ്പോ വരണത്. നടക്കാൻ ഇറങ്ങിയപ്പോ നാട്ടുകാര് പറഞ്ഞാ ഞാൻ വിവരം അറിഞ്ഞത്. അപ്പൊ തന്നെ ഞാൻ നേരെ ആശുപത്രിയിലേക്ക് വിട്ടു. നിങ്ങൾക്ക് എന്താ അവിടെ കാര്യം? ഇവിടെ നിന്ന് തിന്നു കഴിഞ്ഞാൽ കൂറ് ഇവിടെ കാണിക്കണം, ഇല്ലെങ്കിൽ ഞാൻ വച്ച് പൊറിപ്പിക്കില്ല. പറഞ്ഞേക്കാം. മോനെ കൂറെ ഓ തെറ്റി, പറഞ്ഞത് തെറ്റിപ്പോയി. മോനെ കൂറ് മുഴുവൻ എനിക്ക് നിന്നോടാ. അതുകൊണ്ടല്ലേ ആശുപത്രിയിൽ പോയി നോക്കാന്ന് വെച്ചത്. ഇനി അവിടെ ആരേലും വല്ല അവഖ്യാതിയും പറഞ്ഞു വരുത്തുന്നുണ്ടോ നോക്കാലോ. ഇതൊക്കെ നോക്കാനല്ലേ പിന്നെ ഈ വലിയ മാമ ഇവിടെ നിൽക്കുന്ന എന്തിനാടാ? ആ പോ പോ, രേവതി അകത്തു പോ. എന്തോ പോടി. ശിവ ശിവ. ഇയാളുടെ മുതുകത്ത് കയറാൻ പറ്റിയ പാണ്ടിലോറിന്ന് ഈ റൂട്ടിലോട്ട് ഓടണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ നന്ദിയില്ലാത്ത ജന്തുക്കള്. എന്താ വിഷ്ണു? എന്റെ ചോദ്യത്തിന് ഇല്ല എന്നൊരു ഉത്തരമാണ് ഏടത്തിമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്റെ ദേവേട്ടനെ പോലെ സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യുന്ന വേറൊരാളില്ല. എന്നിട്ടും ദേവേട്ടന് അപകടം പറ്റി.
അത് ആ മനസ്സിന്റെ നിയന്ത്രണം തെറ്റിയിട്ടാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം വെഡ്ഡിംഗ് കാർഡുമായ ഏടത്തിയമ്മയെ കാണാൻ എന്റെ അടുത്തുനിന്ന് പോയ ദേവേട്ടന് ഭൂമി കീഴടക്കി സന്തോഷം ഉണ്ടായത്. പക്ഷെ പിന്നീട് വിളിക്കുമ്പോ ആകെ തകർന്നു പോയ ദേവേട്ടന്റെ ശബ്ദം ഞാൻ കേട്ടത്. അതിന് പിന്നാലെയാണ് കാർ ആക്സിഡന്റിൽ പെട്ടത്. എനിക്കറിയണം ദേവേട്ടനെ മനസ്സ് വിഷമിപ്പിച്ചത് ഏടത്തിയമ്മയാണോന്ന്. പറ ഏടത്തിയമ്മേ, ദേവേട്ടന്റെ സന്തോഷം കെടുത്തിയത് ഏടത്തിയമ്മയാണോ? പറയണം, പറഞ്ഞേ പറ്റൂ. എന്റെ ദേവേട്ടന്റെ ഈ കിടപ്പിന് കാരണം ഏടത്തിയമ്മയാണോ? പറ, എനിക്കറിയണം. അതെ, ഞാൻ കാരണം ദേവേട്ടനിപ്പോ ദൈവം പോലും പൊറുക്കാത്ത തെറ്റാ ഞാൻ എന്റെ ദേവേട്ടനോട് ചെയ്തത്. ദേവേട്ടന് ഇന്ദുവിന് ഇഷ്ടമല്ല. കല്യാണത്തിന് സമ്മതമല്ല. കളപ്പുരയ്ക്കൽ ദേവപ്രസാദിന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് സമ്മതമല്ല. പക്ഷേ ഇപ്പോ ഈ നിമിഷം മുതല് ദേവന്റെ മനസ്സിൽ ഇന്ദുവിനോട് വെറുപ്പ് മാത്രമേ ഉള്ളൂ. വെറുപ്പാ ഈ ദേവൻ ഇന്ദുലേഖയോട്. എന്തിനാ ഏടത്തിയമ്മേ ആ പാവത്തിന് ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത്? എത്ര നാളായി ഏടത്തിയമ്മ ആ പാവത്തിനായിട്ട് കഷ്ടപ്പെടുത്തുന്നു. അതിനു മാത്രം എന്ത് തെറ്റാ ദേവേട്ടനെ ഏടത്തിയമ്മയോട് ചെയ്തത്? നിങ്ങളെ ജീവനേക്കാൾ സ്നേഹിച്ചാണോ ആ മനുഷ്യൻ ചെയ്ത തെറ്റ്? എന്തായാലും അതിന് ഏടത്തിയമ്മ കൊടുത്ത ശിക്ഷ കൊള്ളാം. എന്നാലും ഇഞ്ചിഞ്ചായി കൊല്ലാതെ ദേവേട്ടനെ ഒറ്റയടിക്ക് കൊല്ലായിരുന്നു. അത്രയെങ്കിലും ഏടത്തിയമ്മക്ക് ദേവേട്ടനോട് കാണിക്കായിരുന്നു. വിഷ്ണു, എന്തൊക്കെയാ നീ പറയുന്നത്? എന്റെ ദേവേട്ടനെ ഞാൻ കൊലയ്ക്ക് കൊടുത്തെന്നോ? അതെ, അത് തന്നെ ഏടത്തിയമ്മ ചെയ്തത്. എനിക്കറിയാം എന്റെ ദേവേട്ടനെ ഇങ്ങനെ നീറി ജീവിക്കുന്നതിലും ഭേദം ഒറ്റയടിക്ക് തീരുന്ന നല്ലതെന്ന് ആ മനുഷ്യൻ കരുതിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ലോറിക്കടിയിലേക്ക് കാർ ഓടിച്ചു കയറ്റിയത്. വിഷ്ണു പ്ലീസ്, മതി പൂങ്കണ്ണിൽ ഒഴിക്കത്. ദേവേട്ടന് മാത്രമല്ല എനിക്കും വെറുപ്പ് തോന്നുന്നു നിങ്ങളോട്. ഇതുപോലൊരു ദുഷ്ട മനസ്സിനാണല്ലോ ഈശ്വര ഞാൻ അമ്മയെ പോലെ സ്നേഹിച്ചത്. കൊള്ളാം, എല്ലാം ഞാൻ ആഗ്രഹിച്ച വഴിക്ക് വരുന്നത് കണ്ടോടി ഇന്ദുലേഖ. ഇപ്പോ ദേവനും വിഷ്ണു നിന്നെ വെറുത്തു. ഇനി ഓരോരുത്തരായി നിന്നെ വെറുത്തു തുടങ്ങും. ഇല്ലെങ്കിൽ ഞാൻ വെറുപ്പിക്കും. അങ്ങനെ ഞാൻ നിന്നെ ഈ മണ്ണീന്ന് കെട്ടിക്കും. ചിലപ്പോ ഈ ഭൂമിയിൽ നിന്ന് തന്നെ. അതോടെ നിന്നെ എല്ലാവരും മറക്കും. പക്ഷേ നീ ചത്തു തൊലഞ്ഞാലും ഞാൻ മാത്രം മറക്കില്ല. എന്റെ മനസ്സിൽ നിന്റെ ചിത്രം പൂമാലയിട്ട് ഞാൻ തൂക്കും. കണ്ടോ എന്റെ രക്തോ ഇപ്പൊ നിന്റെ ദേവേട്ടന്റെ സിരകളിൽ ഓടുന്നത്. ആ ചോര ഒഴുകുന്ന എല്ലാ വഴികളിലൂടെയും ഈ മഹിതയെ ഒഴുകും. അങ്ങനെ ആ ഹൃദയത്തിൽ ഞാൻ കയറും. നീ കണ്ടോ?